ഞാനിവിടെ തനിച്ചാണ്. അറിയാം, അതല്ലേ കൂടുതൽ സൗകര്യം. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് നീങ്ങുന്നല്ലേ നല്ലത്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. വണക്കോമാ. അമ്മാവനാണ് എവിടെയെല്ലാം തെരഞ്ഞു. മദറേ കാണാനില്ല. മദർ കൽക്കട്ടയിലുണ്ടെന്ന് വിവരം കിട്ടി. എന്താണാവോ വിശേഷിച്ച്? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അറിയില്ലേ, വീണ്ടും എന്നെ കൊണ്ട് എന്തിനാ അത് പറയിപ്പിക്കുന്നത്? നിങ്ങളിപ്പോ, ഞാനിവിടെ തനിച്ചാണ്. അറിയാം, അതല്ലേ കൂടുതൽ സൗകര്യം. നിങ്ങൾ എവിടെയാണെന്ന് ഞാൻ തിരയുകയായിരുന്നു. കണ്ടുപിടിക്കാൻ കുറേയേറെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ദൈവം കരുണാമയനാണല്ലോ, അത്ര വേഗം ഭക്തരെ കൈവിടിയുമോ? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അയ്യേ, ഉപദ്രവിക്കുവേ? അയ്യർ ഉപകാരിയാണ് മാഡം. കാശ് തരുന്നവർക്ക് ഉപകാരം ചെയ്യലാണ് അയ്യരുടെ ജോലി. ഞാൻ എല്ലാ കാര്യങ്ങളും അന്ന് ഓർഫനേജിൽ വന്നു കണ്ട് പറഞ്ഞതല്ലേ. എന്നിട്ട് മാഡം അത് ചെവിക്കൊണ്ടില്ല. ഒറ്റ മുങ്ങൽ. എന്നിട്ട് പൊങ്ങിയത് ഇവിടെയും. രക്ഷപ്പെട്ടു എന്ന് കരുതിയല്ലേ? മിസ്റ്റർ, പോലീസ് അന്വേഷിക്കുന്ന ഒരു കുറ്റവാളിയാണ് നിങ്ങൾ, അത് മറക്കണ്ട. സംസാരത്തിലെ ധ്വനി അയ്യർക്ക് മനസ്സിലായി. എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നല്ലേ. വക്കീലായ അച്ഛന്റെ പിൻബലം കൂടിയുണ്ടല്ലോ. ആയിക്കോളൂ. പക്ഷേ അതുകൊണ്ട് നഷ്ടം മാഡത്തിന് കൂടിയാണെന്നുള്ള കാര്യം മറക്കണ്ട. എന്തിനാ അതിനൊക്കെ വെറുതെ ബുദ്ധിമുട്ടുന്നത്? നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് നീങ്ങുന്നല്ലേ നല്ലത്. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? വീണ്ടും മുട്ടക്കടി. അയ്യർക്ക് വേണ്ടത് കാശു മാത്രം. ആ കുഞ്ഞിന്റെ അവകാശികളെ കുറിച്ച് അറിയാമല്ലോ. പൊക്കിയെടുത്ത് അവരുടെ കയ്യിൽ കൊണ്ടിട്ട് കൊടുത്താൽ അയ്യർക്ക് അവർ പറയുന്ന കാശ് തരും. വേണ്ട, ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും മതി. നോ റിസ്ക്. അയ്യരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ വളർത്തിക്കൊന്നേ. നിങ്ങൾ കരുതുന്നത് പോലെ എന്റെ കയ്യിൽ പണമൊന്നുമില്ല. ആഭരണങ്ങൾ ഉണ്ടാവില്ലേ? അതും അല്ലെങ്കിൽ ഓഹരി എഴുതി വാങ്ങണം. പിന്നെ ഈ മാർഗമുണ്ട്. മൈക്കിൾ, നിങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടാൽ അയാൾ എത്ര രൂപ വേണമെങ്കിലും തരും. എന്താ, ശരിയല്ലേ? നിങ്ങൾ മൈക്കിളിനെ മൈക്കിളിന് മാത്രമല്ല, കാട്ടൂർ കുടുംബത്തെ മുഴുവനും അറിയാം അയ്യർക്ക്. നിങ്ങൾ ഇപ്പൊ പോകൂ പ്ലീസ്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അധികം വൈകരുത്. അടുത്ത മുങ്ങൽ എവിടേക്കാണെന്ന് ആലോചിക്കാവൂ അല്ലേ? മുങ്ങിക്കൊള്ളൂ. പക്ഷെ എവിടെയാണെങ്കിലും അയ്യർ വരും. അല്ല, അയ്യർക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അത്രയ്ക്ക് വിലപിടിപ്പുള്ളൊരു നിധിയല്ലേ മേഡത്തിന്റെ കയ്യിലിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ മേഡത്തിന് സമാധാനിക്കാം. സ്നേഹക്കുഞ്ഞിന്റെ മേൽ അയ്യരുടെ ദൃഷ്ടി എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് മറ്റാർക്കും അവളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. സ്കൂളിലും ബസ്സിലും ഇവിടെയും അങ്ങനെ എവിടെയൊക്കെയാണെങ്കിലും അയ്യരുടെ കണ്ണുകൾ സദാ കൂടി ഉണ്ടാകും. വരട്ടുമാ.
ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കിരീടൻ ഇവിടെ ഇല്ലെന്ന് അറിയില്ലേ? അറിയാം. ഞാൻ വന്നത് നിങ്ങളെ കാണാൻ. എന്നെ എന്തിനു കാണുന്നത്? എനിക്ക് നിങ്ങളെ കാണുമ്പോ പോലും പേടിയാ. എന്നൊക്കെ പറഞ്ഞ എങ്ങനെ സിസ്റ്ററെ? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങളൊന്ന് പോകൂ പ്ലീസ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? ഒരു 5 മിനിറ്റ് അത്രയും മതി എനിക്ക്. ഞാൻ പൊയ്ക്കോളാം. ഇല്ല, ഞാൻ പോവാ. നിൽക്ക്. നാളെ ഒരു പശ്ചാത്താപത്തിന് ഇടവരരുത്. നിങ്ങളുടെ ഭർത്താവ് ചെയ്ത കൊലപാതകത്തിന് ഏക ദൃക്സാക്ഷി ഞാനാണെന്ന് അറിയാമല്ലോ. പിന്നെ നിങ്ങളുടെ ഏട്ടന്റെ കുഞ്ഞ് എവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അറിയാവുന്നത് എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടേ തീരൂ. നമുക്കല്പം മാറി സംസാരിക്കാം. ആരും ശ്രദ്ധിക്കണ്ട. ഗംഗേ, എടി ഒന്ന് എഴുന്നേറ്റ്, വേഗം വാ, ഒരു കാര്യം കാണിച്ചു തരാം. എന്താ കഞ്ചനമ്മേ? അങ്ങോട്ട് എഴുന്നേക്ക് മോളെ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. വാ. എന്താണെന്ന് വെച്ചാ ഒന്ന് പറ. എടി ജാരൻ, ശാലിനിയുടെ ജാരൻ. അതേന്നേ, നാട് മുഴുവൻ അഴിഞ്ഞാടി നടക്കുന്നതും പോരാഞ്ഞിട്ട് ഇപ്പൊ വീട്ടിൽ വിളിച്ച് കേട്ടിരിക്കുക. മുറ്റത്ത് നിപ്പുണ്ടേ. അവളുടെ ശൃംഗാരവും രഹസ്യം പറച്ചിലും, എന്റെ ദൈവമേ, അവളെ സമ്മതിക്കണം. വാ. സത്യമാണോ? അങ്ങോട്ട് വന്നൊന്ന് നോക്കുന്നേ. ഇക്കണക്കിന് പോയാ നാട്ടിലുള്ള ചെറുപ്പക്കാരും മുഴുവൻ നേരും കാലും നോക്കാതെ ഈ വീട്ടിൽ വന്നു കയറുമെന്നാ എനിക്ക് പേടി. വാ, ഇന്ന് കയ്യോടെ പിടികൊള്ളണം. പാവം ഒരു ചെറുക്കനകത്ത് കിടക്കുമ്പോഴാ അവളുടെ ഒരു വിലാസ നൃത്തം. മോള് വന്നേ, വാ. വാ, കണ്ട കണ്ട, നീ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വിശ്വാസായ? ഇയാളെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതെ കഞ്ചനമ്മേ, മുമ്പൊരിക്കൽ ഇയാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആണോ? ആരായാള്? അതെനിക്കറിയില്ല. തമിഴിലാണ് അയാളൊന്ന് സംസാരിച്ചതെന്ന എന്റെ ഓർമ്മ. എന്തിനാ അയാൾ വന്നത്? അന്നും ശാലിനിയോടാ സംസാരിച്ചത്. ഗിരി അന്വേഷിക്കുകയും ചെയ്തു. അപ്പൊ ഇത് മറ്റേത് തന്നെ. അന്ന് ഗിരി ഉണ്ടോന്ന് അന്വേഷിച്ചു. ഇപ്പൊ ഗിരി ഇല്ലാന്നറിഞ്ഞപ്പോ ധൈര്യത്തോടെ വരികയും ചെയ്തു. എന്നാലും കണ്ട അണ്ണാച്ചിമാരോടൊക്കെ ഇതിവിടെ പറ്റിയാലോ മോളെ? ആരടി അവൻ? എന്തിനാ അവൻ ഇവിടെ വന്നത്? അയാള് കണ്ടോ കണ്ടോ, നിലാത്തെറിഞ്ഞ കോഴിയെ പോലെ അവള് പരിങ്ങുന്ന കണ്ടോ? പറയടി,
അവൻ ആരടി? മുമ്പ് അവൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അന്ന് നിന്നെ കാണാനായിരുന്നു. നീ അവനുമായിട്ടുള്ള ബന്ധം എന്താ പറയടി, ഞങ്ങൾക്കത് അറിയണം. അയാള് ഗിരിയേട്ടന്റെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? അങ്ങനെയാണെങ്കിൽ രഹസ്യമായി മാറ്റി നിർത്തി കുശൂഷിക്കേണ്ട കാര്യം എന്തടി? വീട്ടിൽ വിളിച്ചിരുത്തി സംസാരിച്ചൂടെ? ഞങ്ങളെയൊക്കെ വിട്ടിയാക്കാൻ നോക്കുവേടി. നോക്കി പേടിപ്പിക്കല്ലേ. ഈ പ്രായമൊക്കെ കഴിഞ്ഞാ ഈ കഞ്ചനയും വന്നത്. ഇതൊക്കെ കണ്ടാ നല്ലോണം മനസ്സിലാവുകയും ചെയ്യും. എന്ത് മനസ്സിലാകുമെന്നാ? കഞ്ചനമ്മ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ആവശ്യമില്ലാത്തതോ? ആവശ്യമുള്ളത് മാത്രമേ ഈ കഞ്ചന ചിന്തിക്കാറുള്ളൂടി. ഒരുത്തനെ കൊണ്ടുപോയി ജയിലിൽ തള്ളിട്ട് കണ്ട കള്ളക്കാമുകന്മാരുമായിട്ട് സലവ് കണ്ണോടി നീ. കഞ്ചനാമ്മേ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടി കഞ്ചനാമ്മ പറഞ്ഞത് ശരിയല്ലേ? നിന്റെ കാമുകനല്ലേടി അവൻ? ഗംഗേച്ചി, മിണ്ടിപ്പോരുത്. നീ ഇത്ര വൃത്തികെട്ടവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എങ്ങനെ മനസ്സ് തോന്നിയടി നിനക്ക്? ഗംഗേച്ചി, ഞാൻ പറയുന്നതൊന്ന് വേണ്ട. നിന്റെ നാട്യമൊന്നും ഇവിടെ വേണ്ട. എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ണ് കണ്ടപ്പോ ബോധ്യമാകുകയും ചെയ്തു. എന്ത് ബോധ്യായി നീ പറയുന്നേ? കണ്ട കണ്ണി കുത്താൻ വരുവാനോടി നീ? ആളില്ലാത്ത നേരം നോക്കി എത്ര പേരെ നീ വീട്ടിൽ വിളിച്ചു കേട്ടിട്ടുണ്ടടി? പറയടി. അതെ, എന്റെ ശീലമല്ല, ഈ പറയുന്നവരുടെ ശീലമായിരിക്കും. അങ്ങനെ അഴിഞ്ഞാടി നടന്നിടത്തുനിന്നാണല്ലോ ഗിരിയേട്ടൻ അച്ഛൻ നിങ്ങളെ രക്ഷിച്ചോണ്ട് വന്നത്. എന്ത് പറഞ്ഞടി നീ? തൊട്ടു പോയത് തന്നെ. ഇറങ്ങടി, ഇറങ്ങടി വെളിയില്.